കണ്ണൂർ കല്ലാളത്തിൽ പ്രേമരാജനും ഭാര്യ ശ്രീലേഖയും പൊള്ളലേറ്റ് മരിച്ചെന്ന വാർത്തയുടെ ഞെട്ടലിലാണ് ബന്ധുക്കളെപ്പോലെ തന്നെ അയൽക്കാരും പോലീസും. ബഹറിനിലായിരുന്ന മകൻ ഷിബിൻ പ്രേമരാജ കുടുംബസമേതം നാട്ടിലെത്തുന്ന ദിവസം തന്നെയായിരുന്നു വൃദ്ധദമ്പതികളെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷിബിനെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കാറെടുക്കാനായി സമീപവാസിയായ സരോഷ് വൈകിട്ട് 5 മണിയോടെ പ്രേമരാജന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കുകയോ ഫോൺ എടുക്കുകയോ ചെയ്യാതിരുന്നതോടെയാണ് സമീപവാസികളെ കൂട്ടി പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് നിർദ്ദേശിച്ചതനുസരിച്ച് വാതിൽ തുറന്നപ്പോഴാണ് കിടപ്പുമുറിയിൽ ഭാഗികമായി കത്തിക്കരിച്ച നിലയിൽ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടതെന്ന് സരോഷ് മൊഴി കൊടുത്തു. ശ്രീലേഖയുടെ തലയ്ക്കു പിറകിൽ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നുവെന്ന് വീടിനകത്ത് കയറിയ അയൽവാസികൾ പറയുന്നു. കിടക്കയിൽ ചുറ്റികയും കണ്ടു. സ്ഥലത്തെത്തിയ പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധനകളും നടപടിക്രമങ്ങളും ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഇരുവരുടെയും മരണത്തിൽ ദുരൂഹത നിറഞ്ഞിട്ടുണ്ടെന്ന് അയൽവാസികളും ബന്ധുക്കളും ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ മരണം ഉൾക്കൊള്ളാനും ആർക്കും കഴിയുന്നില്ല. സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. വളപട്ടണം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ ഹോട്ടൽ സവോയിലെ മുൻ മാനേജരായിരുന്നു മരിച്ച പ്രേമരാജൻ. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.